ഈ തൃശ്ശൂരിലെ റോഡിലെ കുഴികൾ സജീവ ചർച്ചയാവുള്ള കാരണം അവിടെ ആവർത്തിച്ചുണ്ടായ റോഡ് അപകട മരണങ്ങളാണ്. അതിലൊന്ന് നേർക്കുനേർ കുഴിയുമായി ബന്ധമുള്ളതും രണ്ട് ഒരു പരോക്ഷമായ കുഴിയുമായി ബന്ധമുള്ളതാണ്. പൂങ്കുന്നം മുതൽ മുതവറ വരെ ശോഭാ സിറ്റിക്ക് മുമ്പുള്ള റോഡ്, അയ്യന്തൂൾ റോഡ് എന്നിവിടങ്ങളിലൊക്കെ റോഡുകൾ മുഴുവൻ കുഴികളാണ്. സ്വകാര്യ ബസ്സുകൾ ഉടനെ സമരപ്രഖ്യാപനത്തിലേക്ക് പോവുകയുമാണ്. ഈ റോഡിലെ കുഴികൾ കൂടി വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റാഫി കരീം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ചേട്ടൻ്റെ പ്രതികരണമായിരുന്നു. ഒരു നിവൃത്തിയില്ലാതെ വണ്ടി ഓടിക്കുക എന്ന് പറയുകയായിരുന്നു ചേട്ടൻ. റാഫി, തീർച്ചയായും ആ ഒരു ചേട്ടൻ്റെ മാത്രമല്ല എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കോഴിക്കോടേക്ക് തൃശ്ശൂരിൽ നിന്ന് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിൻ്റെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക് കടക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. ഈ റോഡിൻ്റെ സ്ഥിതി നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. അല്പസമയം മുൻപ് ചെയ്ത മഴയിലെ വെള്ളമെല്ലാം ഒലിച്ച് കുഴിയിൽ വെള്ളം ചാടി ഇവിടെ ഈ റോഡ് മോശമായതുകൊണ്ട് മാത്രം രൂപപ്പെട്ടിരിക്കുന്നത് ഗതാഗത കുരുക്കാണ് ഈ കാണുന്നത്. ഈ റോഡിൻ്റെ മാത്രമല്ല, തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡിലും ഇത് തന്നെയാണ് സ്ഥിതി. ഒരു കുഴിയിൽ ചാടിയില്ലെങ്കിൽ മറ്റൊരു കുഴിയിൽ ഉറപ്പായും ചാടും. ആ സ്ഥിതിയിലാണ് തൃശ്ശൂരത്തെ റോഡുകളുള്ളത്. മോഡൽ റോഡ് എന്നൊരു റോഡുണ്ട്. ആ റോഡിൽ പല മോഡലിലുള്ള കുഴിയാണ് തൃശ്ശൂരിലുള്ളത്. ഒപ്പം തന്നെ MG റോഡ്, ഒപ്പം കോവലത്തുംപാടം റോഡ്. ഈ കോവലത്തുംപാടം റോഡിലാണ് ഒരു അപകടത്തിൽ കഴിഞ്ഞ മാസം ഒരു 23 വയസ്സുകാരന് ജീവൻ നഷ്ടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഈ റോഡിൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പും കോർപ്പറേഷനും പരസ്പരം പിടിവലി കൂടുന്ന ഒരു കാഴ്ചയും ഈ മരണത്തിന് ശേഷം നമ്മൾ കണ്ടതാണ്. ഈ നിലയിലാണ് തൃശ്ശൂരത്തെ സ്ഥിതിയുള്ളത്. ഇനി ദേശീയപാതയിലേക്ക് വന്നാൽ, ദേശീയപാതയിൽ തൃശ്ശൂരിൽ ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളമാണ് നീണ്ടു നിൽക്കുന്നത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഭാഗത്ത് ടാറില്ലാത്ത റോഡാണ് ദേശീയപാത എന്ന് പറഞ്ഞ് വിളിപ്പേരിൽ ഉള്ളത് എന്നുള്ളതാണ് ആളുകൾ ആരോപിക്കുന്നത്. ഈ ഒരു തരത്തിലുമുള്ള സമാന്തരമായൊരു നടപടിയും സ്വീകരിക്കാതെ ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ കോടതി പോലും നേരത്തെ രംഗത്തെത്തിയതാണ്. തൃശ്ശൂരിലെ ഒരു സ്ഥിതി ഇതാണ്. 2 ജീവനുകളാണ് ഈ മാസം തൃശ്ശൂരിൽ ഈ റോഡിലെ കുഴി മൂലം നേരിട്ടും അല്ലാതെയും കുഴി പ്രശ്നങ്ങൾ മൂലം പൊലിഞ്ഞത് എന്നുള്ളതാണ്. ഈ 2 പേരും അവരുടെ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരും ഇപ്പോഴും ചികിത്സയിലാണ്. അപകടങ്ങളും തൃശ്ശൂരിൽ, ഈ കുഴി മൂലമുള്ള അപകടങ്ങളും തൃശ്ശൂരിൽ നിത്യസംഭവമായി മാറുകയാണ്. ഹാഷിമി, ഓക്കെ. റാഫി കരീമാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എല്ലാവർക്കും അറിയാവുന്ന തൃശ്ശൂരിലെ കുഴികളുടെ അന്ന് ഈ പറയുന്ന രണ്ടാമത്തെ അപകടമുണ്ടായ ദിവസം അവിടുത്തെ ഒരു നേതാവ് പറഞ്ഞത് എണ്ണിത്തിട്ടപ്പെടുത്ത 100 കുഴികൾക്ക് മുന്നിൽ അവർ പ്രതിഷേധം നടത്താൻ പോകുന്നുള്ളതാണ്. ആ പ്രതിഷേധം നടന്നതെന്ന് കാര്യം അറിയില്ല. എണ്ണിത്തിട്ടപ്പെടുത്തപ്പെട്ട എന്ന് പറഞ്ഞാൽ വലിയ ആഴമുള്ള പ്രധാനപ്പെട്ട കുഴികൾ 100 എണ്ണം എണ്ണി അതിൽ പ്രതിഷേധം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു ചെറിയ ഏരിയയിലെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ എത്രത്തോളം വ്യാപകമാണ് അവിടുത്തെ കുഴികൾ? അവിടുത്തെ മാത്രമാണ്, ഇവിടുത്തെ കുഴികളാണ് വ്യാപകമല്ലാത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.